ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് അക്വാറ്റിക്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തൊടിയിൽ നിന്ന് കിട്ടിയതാണ് കാക്കേനെ. ചിറക് കുറച്ച് മുറിഞ്ഞു. ചെറിയ കാക്ക കുട്ടിയാണ്. അതിനെ കാക്കുട്ടിയെന്ന് മനസ്സിലാക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ ആയിട്ട് കൊക്കിൻ്റെ ഇവിടെ ആയിട്ടാണല്ലേ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഇങ്ങനത്തെ ഒരു ആ ഉള്ളിലത്തെ ഒരു സോഫ്റ്റ്നെസ് ആയിട്ടൊരു റോസ് കളറുള്ളത്. അതുപോലെ തന്നെ കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ വേറെ പരിപാടിയാണ്. ഇങ്ങനെ തൂവലുകളായത് ചെറിയ തൂവലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞാണെന്നത്. അപ്പോൾ ഇതിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്, പറക്കാൻ പറ്റണില്ല. അപ്പോൾ ശരിക്കും അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഈ സങ്കടം തോന്നിയപ്പോൾ ഞാൻ ഓടിപ്പോയി പിടിച്ചിട്ട് മരുന്ന് വയ്ക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ആരും കാക്ക വളർത്തുന്നവർ ആരും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ മറ്റ് പക്ഷികൾക്ക് ഇത് യൂസ്ഫുൾ ആവും. ഇത് മരുന്ന് എങ്ങനെ ചിറകിൽ മുറിവ് പറ്റി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് മറ്റ് പ്രാവിനെയും കോഴിനൊക്കെ വളർത്തുന്നവർക്ക്, ചിറകുള്ള പക്ഷിയൊക്കെ വളർത്തുന്നവർക്കൊക്കെ അത് യൂസ്ഫുൾ ആവും. ഇത് പിന്നെ എന്തായാലും കാക്കയിൽ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യണത് എനിക്ക് ഭയങ്കര സങ്കടമായി ഇത് കണ്ടപ്പോൾ. ഒരു കുട്ടിയാണ്, വളരെ ചെറിയ കുട്ടിയാണ്. പിന്നെ അമ്മ വന്ന് ഇടയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും വല്ല പട്ടിയോ പൂച്ച കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചുകൊണ്ട് പോകും. കാക്ക ശരിക്കും നമുക്ക് ശത്രുക്കളാണ്. എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞു കാര്യമില്ല. ആ ചിറക് പൊട്ടി മൊത്തം തൂങ്ങി വെക്കാനല്ലേ, മൊത്തം പോയിരിക്കുകയാണ് ചിറക് ആ ഏരിയയെ വിട്ടുപോയി. എന്താണോ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മരുന്നൊക്കെ വെച്ച് റെഡിയാക്കണം ഇതിനെ. ഓക്കെ, അതിന് മുന്നേ പുഴുക്കൾ വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്കത്. പൊടിയിച്ച് വന്ന് പുഴുക്കളെന്തോ വന്നിട്ട് സംശയമുണ്ട്. ചെറുതായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതിന് ആദ്യം മരുന്നൊക്കെ തേക്കാം. ഇത് കൊക്കിയിൽ റബ്ബർ ബാൻഡും കാലിൽ റബ്ബർ ബാൻഡിൻ്റെ കാലം വെച്ച് വേറെ ഒന്നുമല്ല, ടൈറ്റ് ഇട്ടിട്ട് ഭയങ്കര മെല്ലെ ഇട്ടിരിക്കണം. കാരണം ഇത് കൊത്തുണ്ട് ആൾ. കാലിട്ടില്ലെങ്കിൽ ആൾ ഓടി വെച്ച് അടിച്ചാടി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് രണ്ടും ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് നേരത്തിന് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബർ ബാൻഡ് ഇത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ മെഡിസിനൊക്കെ ചെയ്തിട്ട് റെഡിയാക്കാം ആൾ. ലോറക്സാൻ എന്ന് വെച്ചൊരു മെഡിസിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പുഴുക്കളൊക്കെ അത്യാവശ്യം പോകണം. ക്ലീനർ പറഞ്ഞുകൊണ്ട് ആദ്യം നമ്മൾ ക്ലീനറാണ് ചെയ്യാൻ പോകുന്നത്. ലോറക്സാൻ നമ്മൾ എടുത്ത് വയ്ക്കേണ്ട അവിടെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലീനറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്ലീനർ. ഇത് പുഴുക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് പട്ടികൾക്കാണെങ്കിലും എല്ലാം പക്ഷികൾക്കൊക്കെ പുഴുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ മുറിയിലുണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലീനർ വെച്ച് യൂസ് ചെയ്യാം. ആ പുഴുക്കളൊക്കെ കളയാം. ഈച്ച വന്നിരിക്കേണ്ട അതിൽ. ഈച്ച വന്നിരുന്നിട്ടാണ് പുഴുക്കൾ ഉണ്ടാവുന്നത് കേട്ടോ. ഇപ്പോൾ ക്ലീനർ നമ്മൾ സിറിഞ്ച് ഇട്ടിട്ടുണ്ട്. ആ സിറിഞ്ചിൽ ആ സൂചി കളയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ ഇതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതാ ചിറക് ശരിക്കും ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവിടെ നിന്ന് പോകുന്നിരിക്കണം. ഇത് റെഡി ആകാൻ വേണ്ടി എങ്ങനെയാലും ഒരു മാസം ആ ടൈം നമുക്ക് എടുക്കും. അല്ലേ, ആ ചിറകുന്ന അവിടെ നിന്ന് എല്ലേ പോകുന്നിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയാണത്. ഭക്ഷണം തീരെ കഴിച്ചിട്ടില്ല. അമ്മ ഭക്ഷണം കൊടുത്തില്ല എനിക്ക് തോന്നുന്നു. അമ്മ അടുത്ത് വന്ന് നിൽക്കണുണ്ടോ, അത് അമ്മയൊന്നും മനസ്സിലായില്ല എനിക്ക്. പക്ഷെ ഭക്ഷണം തീരെ ഇല്ല, അതിന് ഭക്ഷണം തീരെ കുറവാണ്. ഇപ്പം ക്ലീനർ ഒഴിച്ചിട്ട് മുറിയിൽ അപ്പോൾ അങ്ങനെ പുഴുക്കളൊക്കെ ചെറുതായിട്ടുണ്ട് തോന്നുന്നുണ്ട് സംശയം. അപ്പോൾ എന്തായാലും 5 മിനിറ്റ് കഴിയട്ടെ. ഒരു 5 മിനിറ്റ് വരെ നമുക്കിത് നിൽക്കാം. അത് കഴിഞ്ഞ് റെഡിയാക്കാം. ചിക്കൻ വേദനയ്ക്കുണ്ട് കുട്ടിക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിനി ലോറക്സാൻ നമുക്ക് അടിച്ചു കൊടുക്കാം. അത് സ്പ്രേ ആണത്. ലോറക്സാൻ നമുക്കിങ്ങനെ മെല്ലെ നീറ്റെടുക്കും. നല്ല നീറ്റെടുക്കും. അതിന് നല്ല നീറ്റെടുക്കും. കാരണം നല്ലൊരു നീറ്റുള്ള മരുന്ന് തന്നെയാണത്. നല്ല ഹാർട്ട് ബീറ്റ് കൂടുന്ന ആൾക്ക്. അപ്പോൾ നമ്മൾ ഈ കാക്കയുടെ അവിടെ മുറി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ശല്യമായിട്ടുണ്ട്. അത് വെള്ളം തന്നെ ഉണ്ട്. കാരണം ഈ മുറിയിൽ കുറേ മണ്ണൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ക്ലീനാക്കി, വെള്ളം ഒഴിച്ചൊന്ന് ക്ലീനാക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ടാവില്ലേ. നമ്മൾ ആദ്യം ഈ ചിറകിൻ്റെ മുറി റോൾ ചെയ്തു പഞ്ഞി വെച്ചിട്ട്. അത് കഴിഞ്ഞ് ബോഡി ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോഡി ആയിട്ടൊന്ന് കഴി വെച്ചിട്ടുണ്ട്. ബോഡി ആയിട്ട് കൂടി നമ്മളൊന്ന് ഇത് കെട്ടി വെച്ചിട്ടുണ്ട്. ബലമായി കെട്ടിക്കണം. ഇതൊരു ആഴ്ച നമ്മൾ ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ ഇനി ആഴ്ച നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് കളഞ്ഞിട്ട് പിന്നെയും പുതിയ വെക്കണം. ഇതുപോലെ ചെറിയ കൂടാണ് അതുപോലെ ഒരു നല്ലത്. ഒരു കൂട് പഴയതുണ്ടാകുന്നതാണ് ഇവിടെ. അങ്ങനത്തെ ഒരു കൂടാണ് നല്ലത്. നല്ല ബലമാണ്. കണ്ടില്ല, പിടിച്ചേക്ക് നോക്ക്. നല്ല ക്ഷീണമുണ്ട്. ഇനി ഭക്ഷണം കൊടുക്കണം. വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഭക്ഷണം കൊടുക്കണം. മുട്ടയോ എന്തെങ്കിലും. വിട് വിടുന്ന ലക്ഷണമില്ല. അവിടെ ഒന്നാ പേടിച്ചിരിക്കുകയാണ് മൂപ്പര്. എന്താ സംഭവം എന്ന് അറിയില്ല. പിന്നെ നല്ല ക്ഷീണമുണ്ട്. കാരണം
പുഴുക്കളൊക്കെ വന്ന് മുറിയൊക്കെ ആയി കിടക്കല്ലേ. അപ്പം അതിൻ്റേതായ ക്ഷീണമുണ്ട് മൂപ്പർക്ക് നല്ലോണം തന്നെ. നടക്കാൻ തന്നെ ശരിക്കും വയ്യ, ശരിക്കും സുഖമായിട്ട് പിടിക്കാൻ പറ്റിയ അതിന്. ക്ഷീണമാണ്, അത്ര നല്ല ക്ഷീണമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ പക്ഷികളൊക്കെ വിഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലുള്ള പക്ഷികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരെ റെഡിയാക്കാൻ കഴിയും. ഓക്കെ, ഇതിപ്പോൾ ഒരു കൃത്യമായിട്ട് നമുക്ക് ഡേറ്റ് പറയാൻ എനിക്ക് അറിയില്ല. ഒരു മാസം എന്തായാലും വേണ്ടി വരും. ഒരു മാസത്തോളം നമ്മൾ ഇനി ഇതുപോലെ ആഴ്ച ഡ്രസ്സ് ചെയ്തിട്ട് ഇതിനെ റെഡിയാക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസും ചെയ്യുക. ഓക്കെ, ബൈ.